ഹായ് ഫ്രണ്ട്സ്. എമ്പുരാൻ്റെ രാഷ്ട്രീയമുണ്ട്. അതാണ് ഇന്നത്തെ ചോദ്യം. മാർച്ച് 27-ാം തീയതി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് മുതൽ ഈ സമയം വരെ കെട്ടടങ്ങിയിട്ടില്ലാത്ത രാഷ്ട്രീയ തർക്കവിതർക്കങ്ങൾ ആ സിനിമയെ ചൊല്ലി നടക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്, എമ്പുരാൻ്റെ രാഷ്ട്രീയം എന്ത് എന്ന്. എമ്പുരാൻ്റെ രാഷ്ട്രീയം എന്ത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് ഇതിന്. ഒന്ന്, ആ സിനിമക്കകത്ത് പറയുന്ന രാഷ്ട്രീയം. രണ്ട്, ആ സിനിമയെ ചൊല്ലി പുറത്ത് നടക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾ. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് അകത്തുള്ള രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ സിനിമ വേണമെങ്കിൽ നമുക്ക് 100% ഫിക്ഷണലായിട്ടുള്ളൊരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. 100% സാങ്കല്പികമായിട്ടുള്ള കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ സംഭവങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ നമുക്കിത് ഫിക്ഷണലായിട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ചില കറുത്ത ശക്തികൾ, ഒരു ഒരു ചൈന, ഒരു ഇൻഡോ അറബ്, അങ്ങനെയൊക്കെ രണ്ട് തരത്തിലുള്ള കറുത്ത ശക്തികളുണ്ട്. അങ്ങനത്തെ ശക്തികളിൽ പ്രധാനപ്പെട്ട ആൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള ഒരു മുൻ MLA ഒക്കെ ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്ന ആ തരത്തിൽ ലോകത്തെ ആകെ നിയന്ത്രിക്കുന്ന കറുത്ത ശക്തികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അതൊരു സാങ്കല്പികമാണ്. ആ ഒരു ബേസിലാണ് അതിൻ്റെ പുറത്താഴത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സാങ്കല്പികമായിട്ടുള്ള ആ ഒരു സംഗതിക്കകത്ത് പിന്നെ ഗോദ്ര കലാപം പോലെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യം എങ്ങനെ കടന്നു വന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിന് മുമ്പ് ചില സിനിമകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് തൊട്ട് മുമ്പ് വന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് ആസിഫ് അലിയുടെ രേഖാചിത്രം. ആ രേഖാചിത്രം എന്ന സിനിമയിലെ ആ കഥ പൂർണ്ണമായിട്ട് ഫിക്ഷണലാണ്, 100% സാങ്കല്പികമാണ്. പക്ഷേ ഒരു സിനിമാ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നിടത്ത് ആ സിനിമയെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ച സിനിമ എന്ന് പറയുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന ഭരതൻ്റെ ആ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കഥ പറയുന്നത്. എന്നതുപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ ഒരു നടന്ന ഇൻസിഡൻറ്റുമായിട്ട് 100% ഫിക്ഷണലായിട്ടുള്ള ഈ കഥയെ നടന്നൊരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ ഫിക്ഷനല്ല എന്ന് പറയാൻ മറ്റൊരു കാരണം, കേരളത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലോട്ട് നിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ എന്നല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായിട്ട് അധികാരത്തിലിരിക്കുന്നത് CPM ആണ്, ഇടതുപക്ഷമാണെന്ന് നമുക്കറിയാം. എന്നാൽ സിനിമയിൽ അധികാരത്തിലിരിക്കുന്നത് IUF എന്ന സിനിമയിൽ പേരുള്ള കോൺഗ്രസ് ആണ് അധികാരത്തിലിരിക്കുന്നത്. അത് ഒരു ഫിക്ഷണൽ എലമെൻ്റ്, അല്ലാതെ ശരിക്കും അങ്ങനെയല്ല. എന്നതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ എല്ലാം ഫിക്ഷണലാണ്. യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ല കാണുന്നത്. അപ്പോൾ 100% ഫിക്ഷണലാണെന്നൊരു വാദം ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ സിനിമയായി കണ്ട സാങ്കല്പിക കഥയല്ലേ, സിനിമയായി കണ്ടാൽ പോരെ എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യത്തല്ല ഞാൻ പറഞ്ഞത്. അതൊരു പിന്തിരിപ്പൻ ചോദ്യമാണ്. സിനിമയായിട്ടല്ല കാണേണ്ടത്. സിനിമക്കകത്ത് രാഷ്ട്രീയമുണ്ടെങ്കിൽ, സാമൂഹ്യ സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ജാതി ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതാണ് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട്, പ്രോഗ്രസീവായിട്ടുള്ള കാഴ്ചപ്പാട്. മറ്റൊരു പിന്തിരിപ്പനാണ്. സിനിമയായി കണ്ടൂടെ എന്ന് പറയുന്നത് ഒരു പിന്തിരിപ്പൻ കാഴ്ചപ്പാടാണ്. ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇത് 100% ഫിക്ഷണലാണ് എന്നുള്ളൊരു വാദത്തെ ഞാൻ അംഗീകരിക്കുന്നത് ആ അർത്ഥത്തിലല്ല. ഇനി ഈ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ആക്ഷേപത്തെക്കുറിച്ച്, ആക്രമോത്സുകതയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല. അതിനകത്ത് ഗോദ്രയിൽ നടക്കുന്ന ഒരു കലാപത്തെ അതുപോലെ ചിത്രീകരിച്ചിരിക്കുന്നു. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുമണ്ഡലത്തിൽ എപ്പോഴും പ്രതിരോധത്തിൽ നിൽക്കുന്ന ചില സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ, വംശീയ ഉന്മൂലനങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള അക്രമം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ തന്നെ ഇന്റേണലി അവർ ആളെ കൂട്ടാൻ വേണ്ടി, അവരുടെ ആ ഭാഗത്ത് ആളെ കൂട്ടാൻ വേണ്ടി, ഞങ്ങൾ ഇത്ര പേരെ കൊന്ന സംഘടനയാണ്, ഇത്ര ശത്രുക്കളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. മണിയാശാന് ഇന്നയാളെ തല്ലിക്കൊന്നു, ഇന്നയാളെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്നതുപോലെ പറയാറുണ്ട്. പക്ഷെ പുറത്ത് അവർ പ്രതിരോധത്തിലാവുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ വളരെ പ്രതിരോധത്തിൽ നിൽക്കേണ്ട ഒരു കാര്യത്തെ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ജസ്റ്റ് ഒരു കലാപം നടത്തുന്നത് കാണിച്ചിട്ടില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ത്രീകളോട് കാണിച്ച അതിക്രമങ്ങളൊക്കെ അത്രയ്ക്കും പച്ചക്ക് കാണിക്കുന്ന തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ പർപ്പസ്ഫുള്ളി അത് ചെയ്തവർക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു ഹെയ്റ്റ് ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്ത പോലെ തന്നെയാണുള്ളത്. രാഷ്ട്രീയമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത പോലെ അവർക്ക് ഫീൽ ചെയ്യും സ്വാഭാവികമായിട്ട് കാണുമ്പോൾ. അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ആ കേസിലെ യഥാർത്ഥ കേസിലെ പ്രതിയായിട്ട് ബാബു ബാജറങ്കി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സമാനമായ പേരുള്ള ഒരാളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അതും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒഫൻസീവ് ആവാൻ കാരണമാവും, അവർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാവാൻ കാരണമാവും.
പിന്നെ ആ ഒരു കഥാപാത്രം പിന്നെ വളർന്ന് വലുതായി ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്ന് വലുതാവും. കേരളം അവർക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത കേരളത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിഷനുമായി രംഗത്തിറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമായി അത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ അല്ല. ആ ബാബു ബജരംഗി എന്ന് പറയുന്ന ആള് ആ കേസിൽ ശിക്ഷിക്കപ്പെടുകയും ജയിലിൽ കിടക്കുകയും പിന്നെ ജാമ്യത്തിൽ സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ മോദി സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയും പരോളിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അയാളെ ഒരു ഈ തെഹൽക്ക ചാനലിൻ്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം ഈ സംഭവങ്ങൾ മുഴുവൻ ചെയ്തതിനെ കുറിച്ചിട്ടും അതിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ സഹായത്തെക്കുറിച്ചിട്ടൊക്കെ അയാൾ പറയുന്നത് പബ്ലിക് ഡൊമൈനിലുണ്ട്. പിന്നെ അയാൾക്ക് വലിയ ഒരു രാഷ്ട്രീയമായിട്ട് വലിയ ദേശീയ തലത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളായിട്ട് വളരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെ അയാൾ വളരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതും ആ ഫിക്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയുന്നതിന് വേണമെങ്കിൽ ഇതാക്കാം. യഥാർത്ഥമല്ലല്ലോ ഫിക്ഷൻ അല്ലേ എന്ന് പറയുന്നതിന് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് വേറെ കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ സംഘപരിവാറിനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്യേണ്ട മറ്റൊരു കാരണം ഒരു പക്ഷേ ഇതിൽ ആ ഗോദ്രയിലുണ്ടായ സംഭവത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അതേ സ്ഥലത്തേക്ക് ആ കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പ്രതികാരം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തുന്നവരും അതുപോലെ തന്നെ വംശഹത്യകൾ നടത്തുന്ന ആളുകളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പ്രതികാരം എന്നുള്ളത്. അത് സങ്കല്പത്തിൽ പോലും കഥകളിൽ പോലും അത്ര പ്രതികാരം തിരിച്ചു കിട്ടുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് പ്രൊവോക്ക് ചെയ്തിരിക്കാനൊരു കാരണമായിരിക്കും ഒരു പക്ഷേ. പിന്നെ എനിക്ക് തോന്നി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൽ ഇരയാക്കപ്പെട്ട ആള്. ആ ആളാണ് പിന്നീട് ഈ ഒരു അബ്രഹാം ഖുറേഷിയുമായി ചേർന്ന് വന്നിട്ട് അവിടെ നിന്ന് പ്രതികാരം ചെയ്യുന്നത്. അപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന രക്ഷകനായിട്ട് വരുന്ന ആളാണെങ്കിൽ അബ്രഹാം ഖുറേഷി, അതും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമുക്കറിയാമെങ്കിലും ഒരു മുസ്ലിം പശ്ചാത്തല മുസ്ലിം പേര് ഒരു അബ്രഹാം ഖുറേഷി എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം പേര് വരുന്ന ഒരു ക്യാരക്ടറാണത് ഈ സയ്യിദ് മസൂദ്. അപ്പോൾ പ്രതികാരം ചെയ്യുന്നതും ഈ മുസ്ലിം പേരുള്ള ആളുകളാണ്. അതിന് പകരം ഒരു നന്മ നിറഞ്ഞ രക്ഷകരായ മുസ്ലിം ഇതര വേറൊരാളാണ് കൊണ്ടുവന്നിട്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി ഇപ്പോൾ പ്രതികാരം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇച്ചിരി കൺവിൻസിങ് ആയിട്ട് തോന്നേണ്ടതാണിത്. പിന്നെ സംഘപരിവാറിൻ്റെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം ഈ കലാപം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന ഗോദ്രയിൽ ഉണ്ടാകുന്ന ആ സബർമതി എക്സ്പ്രസ്സിൽ ഉണ്ടാകുന്ന ആ തീപിടുത്തമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള മുസ്ലിങ്ങൾ വന്നിട്ട് തീ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണങ്ങളിൽ 2 കമ്മീഷനുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഒരു സിറ്റിസൺ കമ്മീഷൻ നമ്മുടെ ബി.ആർ. കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിലൊന്നും കൃത്യമായിട്ട് പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്ത് പുറത്തുനിന്ന് ഇന്ധനം കൊണ്ടുവന്ന് മണ്ണെണ്ണയോ പെട്രോൾ എന്തെങ്കിലും കൊടുത്ത് ഒഴിച്ച് കത്തിച്ചതായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അകത്തുനിന്നാണ് തീ ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പല കാരണങ്ങൾ സാധ്യതയുണ്ട്. അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചതാവാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീവ്രവാദികൾ തന്നെ അകത്ത് നേരത്തെ കയറി കൂടിയിട്ട് ചെയ്തതാവാനും സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. അതുമല്ല ഇത് ഇങ്ങനൊരു കലാപത്തിന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ ഒരു സംഗതിയാവാനും സാധ്യതയുണ്ട്. അത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് എവിഡൻസ്, അതായത് അവിടെ കലാപം നടന്നിട്ടുണ്ട്, ബാബു ബജറംഗിയെ പോലുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത് പോലെ ഒരു നിഗമനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു വെർഷൻ അതിൽ കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അവിടെ ട്രെയിനിൽ തീ പിടിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഉണ്ടായത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി അതിനകത്തൊരു പ്രശ്നം സംഘപരിവാറിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ആ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത് 58 മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയത് എന്ന പ്രശ്നമുള്ളത്. അവിടെ 58 ഹിന്ദുക്കളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നം. അവിടെ 58 മനുഷ്യരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ കലാപത്തിലും ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിലേക്ക് ചിന്തയെ ഉയർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഇതൊന്നും പരസ്പരം പ്രതികാരത്തിനുള്ള സാഹചര്യങ്ങളായി മാറില്ല. പകരം നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊവോക്കേഷൻ്റെ കാരണങ്ങളെന്ന് പറയാം. ഇനി അതിൽ രാഷ്ട്രീയത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നേരത്തെ ഈ പറഞ്ഞ സംഭവം തന്നെ ഇതൊരു പക്ഷേ ഈ നരേന്ദ്രമോദിയും അതുപോലെ അമിത് ഷായും ഉൾപ്പെടെ ആ ഒരു കേസിൽ ആരോപണ വിധേയനായ ആക്ഷേപം കേൾക്കപ്പെട്ട സഹായിച്ചിട്ടുണ്ട്. അവർ നേരിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ബാബു ബജരംഗി ചെയ്ത പോലെയുള്ള അക്രമങ്ങൾ ചെയ്തു എന്ന് ആരും ആക്ഷേപിക്കുന്നില്ല. അവർ പക്ഷേ ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്തു, ഇതിനൊക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, ആ ആളുകൾക്ക് കേസുകളിൽ സഹായിച്ചു എന്നൊക്കെയുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഇത് ഗുജറാത്തിൽ നിന്ന് വളർന്ന് ദേശീയ തലത്തിൽ നിയന്ത്രണമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായി മാറിയത് നരേന്ദ്രമോദിയും അമിത് ഷായുമാണ്. ബാബു ബജരംഗി അല്ല.
എന്നാൽ അക്രമം കാണിക്കുന്നത് ബാബു ബജരംഗിയാണ് യഥാർത്ഥത്തിൽ. ഇനി ഇവിടെ സിനിമയ്ക്ക് വന്നാൽ അക്രമം കാണിക്കുന്നത് ബാബു ബജരംഗി, രാഷ്ട്രീയത്തിൽ വളർന്നു വലുതാവുന്നത് ബാബു ബജരംഗി. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഇവർ ആ സിനിമക്കാർക്ക് രാഷ്ട്രീയമായിട്ട് പ്രതീകാത്മകമായി പറയാൻ ഉദ്ദേശിച്ചത് ആ അക്രമം കാണിച്ച, ആ വംശഹത്യക്ക് നേതൃത്വം നൽകിയ ആ സംഘടനാ പ്രസ്ഥാനം വലുതായി ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്ന അവസ്ഥയ്ക്ക് എത്തിയെന്നുള്ളത് സിംബോളിക്കായിട്ട് കാണിച്ചതായിരിക്കാം ഒരു പക്ഷേ. ഇനി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മിസ്മാച്ചായിട്ട് അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് ആണ്, CPM അല്ല. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അധികാരം ഒരു പക്ഷേ ഈ എമ്പുരാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴേക്ക് സംസ്ഥാനത്ത് അധികാരമാറ്റം ഉണ്ടാകുമെന്നും, അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാണിക്കുമ്പോൾ ഒരു പക്ഷേ അത് കുറേയും കൂടെ അപ്പീലബിൾ ആയിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നീട് നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരമാറ്റം ഉണ്ടാവാതിരിക്കുകയും CPMൻ്റെ അധികാരം വീണ്ടും തുടരുകയൊക്കെ ചെയ്ത സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ളത്. അതല്ല എങ്കിൽ മറ്റൊരു സാധ്യത ഉള്ളത്, CPM അധികാരത്തിലിരിക്കുകയും BJPയുമായി സന്ധി ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ BJPയുടെ ആളുകളിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ എതിർപ്പ് CPMൻ്റെ ആളുകളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ കരുതി കൂട്ടി ലിസ്റ്റ് ചെയ്ത് വെച്ചതായിരിക്കാം. ഇവിടെ എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരാൾ ഭരിക്കുന്നു, ആ ആൾ BJPയുമായിട്ട് സന്ധി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. കാരണം ഒന്ന് സങ്കല്പിക്കാണല്ലോ, കോൺഗ്രസ് അധികാരത്തിലില്ല, അപ്പോൾ ആർക്ക് ഹേർട്ടാവില്ല. ആ ഒരു ബുദ്ധിക്ക് ഒരു പക്ഷേ ചെയ്തതായിരിക്കാം. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയാലിറ്റി നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ സംസ്ഥാനത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സ്പെഷ്യലി സംബന്ധിച്ചിടത്തോളം നേരിടുന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് മകൾക്കെതിരെയുള്ള SFIOയുടെ കേസ്, അതുപോലെ തന്നെ ലാവ്ലിൻ കേസ് പോലെയുള്ള ചില കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ BJPയുമായി സന്ധി ചെയ്യുന്നുണ്ടോ എന്നതൊരു ഗൂഢാലോചന സിദ്ധാന്തം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ ഈ സംസ്ഥാനത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ CPMനെ വിജയിപ്പിച്ചിട്ടാണെങ്കിൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അവർ ചിന്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ച്, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ BJPയായിട്ട് സന്ധിയായിട്ടാണെങ്കിൽ പോലും ഈ അധികാരത്തിലിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള സാധ്യത പിണറായിയുടെ ഭാഗത്തുണ്ട് എന്നുള്ളൊരു ഗൂഢാലോചന സിദ്ധാന്തം കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു വെച്ചിട്ട് അതേ സാഹചര്യം ഈ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി BJPയുമായിട്ട് സന്ധിയാവാൻ പോകുന്നൊരു സാഹചര്യം ചിത്രീകരിച്ചതാവാം എന്ന് ചിന്തിക്കാൻ കഴിയും. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട തോന്നുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ മുരളീഗോപി പറയുന്നുണ്ട്, മുരളീഗോപി ലെഫ്റ്റാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ എഴുതിയത് ലെഫ്റ്റ് അല്ലാത്തത് കൊണ്ടല്ല, ലെഫ്റ്റ് അല്ലാതായി മാറുമ്പോൾ, അതായത് മുഖ്യധാര ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്ന് മാറുന്ന സമയത്ത് അതിന് വിമർശിക്കട്ടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ആ ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. എന്നതുപോലെ ഒരു പക്ഷേ ലെഫ്റ്റിനെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം, എന്നാൽ ഈ അറ്റാക്ക് ഭയന്നിട്ട് തിരിച്ച് മറിച്ച് വെച്ചതായിരിക്കാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് CPMനെ ഒരു തരക്കും കുറ്റപ്പെടുത്തിയിട്ടില്ല, അവർക്കെതിരെ ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം തിരുവാതിരക്കിലേക്കൊന്ന് കയറ്റി ഒന്ന് സെറ്റാക്കിയിട്ടുള്ളത്, CPMനും കൂടെ ഒന്ന് പണി കൊടുത്തത് വരാൻ വേണ്ടിയിട്ട്. ജിതിൻ രാംദാസും പെങ്ങളായിട്ടുള്ള മഞ്ജുവാര്യരുടെ ക്യാരക്ടർ വരുമ്പോൾ ഒരു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നുള്ള ഒരു സാമ്യപ്പെടുത്തലൊക്കെ വരാനുള്ള സാധ്യത അതിനകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഒരിക്കലും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നിട്ടില്ല, വന്നാൽ തന്നെ BJPയായിട്ട് സന്ധിയാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുക്കൾ രണ്ടാണ്. അവരുടെ ഈ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ച ശത്രുതക്ക് പുറമെ വ്യക്തിപരമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ശത്രുത ഉള്ളത്, ഒന്ന് മരണപ്പെട്ടു പോയ ജവഹർലാൽ നെഹ്റുവിനോടും, രണ്ട് ജീവിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയോടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സാധ്യത നിലനിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നുള്ള തലക്ക് ഇതിനെ ചിത്രീകരിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിട്ട് ആ രീതിയിൽ ചിത്രീകരിക്കുന്നൊരു കഴമ്പൊന്നും തോന്നുന്നില്ല. കാരണം ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. ഇനി രാഷ്ട്രീയ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിലൊക്കെയുള്ള കുറേ വീഴ്ചകളുണ്ട്. കോൺഗ്രസിൻ്റെ IUF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ടും കളർ കൊണ്ടൊക്കെ കോൺഗ്രസ്സാണ് കാണിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ കാണിക്കുന്നതൊക്കെ ഈ ലൂസിഫറിലാണെങ്കിലും ശരി, ഇതിലാണെങ്കിലും ശരി, ഒരാൾ ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിക്കുക. ഈ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവായിട്ട് കാണിക്കുന്ന ആൾ ജിതിൻ രാംദാസ് കഴിഞ്ഞാൽ പിന്നെ സായികുമാറിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു സമ്മേളനം അവിടെ നടക്കുമ്പോൾ അദ്ദേഹം വേറെ എവിടെ റൂമിൽ ഇരുന്നിട്ട് TV-യിലാണ് ഇത് കാണുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ടാവും. വേദിയിൽ ആൾ കൂടി പൊട്ടിപ്പൊളിച്ച് ചാടുക എന്നുള്ള പരിഹാസമാണ് എപ്പോഴും കോൺഗ്രസ് കേൾക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഇത് അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒരു പാർട്ടിയുടെ ആൾ ആ പാർട്ടിയുടെ പേരിൽ ആ പാർട്ടിയുടെ അണികളെ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് വേറൊരു പാർട്ടി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് പറയാവുന്നത് DIC പ്രഖ്യാപനമാണ്. അത് കോൺഗ്രസിൽ നിന്ന് വിമതരായിട്ട് തെറ്റി കോൺഗ്രസിന് അപ്പുറത്തൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം അണികളെ വിളിച്ചു വരുത്തിയിട്ടാണ് അതുണ്ടായത്. ആ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. കാരണം അവർ അച്ഛൻ മരിച്ചതിന് ശേഷം മകൻ ചെയ്യുന്നതല്ല അത്. അച്ഛനും മകനും ചേർന്ന് ചെയ്തൊരു ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തായാലും പ്രഖ്യാപനം അങ്ങനെ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ ആ പാർട്ടിയുടെ പേരിൽ സമ്മേളനം നടത്തി വേറെ പാർട്ടി പ്രഖ്യാപിക്കൽ പോസിബിൾ അല്ല. എന്നിട്ട് അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അത് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഈ വിശകലനം ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാക്കിയിട്ടുള്ള വീഴ്ചയാണെങ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CPMൻ്റെ പൊളിറ്റിക്സിനെ കോൺഗ്രസിൻ്റെ പേരിൽ പറഞ്ഞതാണോ എന്നുള്ളതിനപ്പുറത്ത് വേറെ സാധ്യത കൂടെ ഉണ്ട്. കോൺഗ്രസിന് എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു ആരോപണമാണ് കോൺഗ്രസിൻ്റെ ആളുകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത്. കോൺഗ്രസിലെ ഏറ്റവും വലിയ സ്റ്റാർ കിഡായിരുന്ന, ഒട്ടും സ്റ്റാർ കിഡായിരുന്നില്ല, പെർഫോമിംഗ് സ്റ്റാർ കിഡായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ വരെ ഇന്ന് BJP പോയി BJPയുടെ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് കോൺഗ്രസ് നേരിടുന്ന ഒരു ആരോപണമാണ്. ആ അർത്ഥത്തിൽ അത്തരത്തിലൊരു ഒരു കാര്യത്തെ ആണോ ഇതിൽ ഈ ജിതിൻ രാംദാസിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കാണിച്ചിട്ടുള്ളത് എന്നുകൂടെ ഒരുപക്ഷെ നമുക്ക് സംശയിക്കേണ്ടത്. ഇതൊക്കെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധാരണ പ്രേക്ഷകന് കാണുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ. അത് എന്താണ് എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് ഇത്ര വലിയ ഒഫൻസീവ് ആവേണ്ട കാര്യം യഥാർത്ഥത്തിൽ സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയെയും താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ഒരു സിനിമ വന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ എമർജൻസി ഇന്ദിരാഗാന്ധിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി എമർജൻസി എന്ന് പറയുന്ന ഒരു സിനിമ വന്നതാണ് ഇവിടെ. അതിന് പുറമെ കേരളത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ കാശ്മീരിലെ യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നതാണ് ഇവിടെ. ആ സിനിമകളൊക്കെ എല്ലാവരും ഈ സംഘപരിവാർ പ്രോത്സാഹിപ്പിച്ചതാണ്. അതിനൊക്കെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊന്നും എതിരായിട്ട് അറ്റാക്ക് ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന സമീപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമീപനം ഈ കാര്യത്തിലും ഉണ്ടാവുന്നത് ശരിയല്ല. എല്ലാ സിനിമകളും എന്താണ് ആ സിനിമ പറയുന്ന ഉദ്ദേശം, രാഷ്ട്രീയം, അത് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമയെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. അതാണ് തുറന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു സൊസൈറ്റിയായി എപ്പോഴാണ് നമ്മൾ മാറുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് ഇതിനകത്ത് 17ഓളം കട്ടുകൾ വരാൻ പോകുന്നു, ബാബു ബജറംഗിയുടെ ക്യാരക്ടറിൻ്റെ പേര് മാറ്റാൻ വേണ്ടി പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും കട്ട് ചെയ്താലും വലിയ ആശങ്കക്കൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സംഘപരിവാറിന് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കട്ട് ചെയ്യുന്നത് ആ സ്ത്രീകളോടുള്ള അതിക്രമം കാണിക്കുന്നതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഷ്വൽസ് കട്ട് ചെയ്ത് കളയാൻ പോകുന്നു. പ്ലസ് ആ ബാബു ബജറംഗിയുടെ ക്യാരക്ടറിൻ്റെ പേര് മാറ്റാൻ വേണ്ടി പോകുന്നു. അത് ക്യാരക്ടറിൻ്റെ പേര് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ആ ക്യാരക്ടർ ഇന്നതാണെന്ന് ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ അതൊന്നും വലിയ കാര്യമുള്ളതല്ല. പരമാവധി ആളുകൾ സിനിമ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറെഡി ഇതിൻ്റെ ഈ വക പ്രശ്നങ്ങളൊക്കെ കാരണം സംഘപരിവാർ ഉയർത്തിവിട്ട ഈ പ്രശ്നങ്ങൾ കാരണം സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്താനും കൂടുതൽ ആളുകൾ സിനിമ കാണാനുമാണ് കാരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത്ര ബ്രേവായിട്ടുള്ള സിനിമ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പൃഥ്വിരാജ് ബ്രോയിനെ ഒരു പ്രത്യേകം അഭിനന്ദിക്കാനും സല്യൂട്ട് ചെയ്യാനും അവസരം ഉപയോഗപ്പെടുത്താനും. ഈ സിനിമയെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു തർക്കമില്ല, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. അതിൻ്റെ എല്ലാ തലത്തിലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ഗ്രാഫിക്സ്, അതിൽ BGM, ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഉൾപ്പെടെ എല്ലാം ക്ലാസ്സാണ്. കഥ എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ട് ആളുകൾക്ക് സാധാരണക്കാർക്കാണ് മനസ്സിലാവുന്ന തരത്തിലില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഒന്നിൽ കൂടുതൽ തവണ കാണാൻ സാധാരണ ഒരു സിനിമ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു മോശം സിനിമയാണെന്ന് വിലയിരുത്തി മാറി നിൽക്കുന്നതിന് പകരം ഇതിൻ്റെ സാധ്യത എന്താ വെച്ചാൽ വേണ്ടത്ര മനസ്സിലായില്ല എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളത് രണ്ടാമത് കാണാനുള്ള സാധ്യതയുള്ള തരത്തിൽ ക്ലാസ്സായിട്ടാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഏതായാലും ശരി, ഈ സിനിമ വിജയിക്കട്ടെ. ഇതുപോലെ ഒരുപാട് സിനിമകൾ പലതരത്തിലുള്ള രാഷ്ട്രീയം പറയുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ കാണാം. ഓക്കെ, ബൈ ബൈ.